ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബൈബിളിലെ ഏറ്റവും സങ്കീർണവും അതേസമയം നാടകീയവുമായ ഒരു ഭാഗത്തിലേക്കാണ് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നത്. നൂറ്റാണ്ടുകളായി പലരെയും കുഴപ്പിച്ച ഒരു പ്രവചനമാണ്. അതിന്റെ അർത്ഥം എന്തായിരിക്കുമെന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കിയേ, വെളിപാട് പുസ്തകത്തിലെ ഈ ഒരു ചിത്രം ശരിക്കും പേടിപ്പിക്കുന്ന ഒന്നാണ്. ലോകത്തിലെ ശുദ്ധജല സ്രോതസ്സുകളൊക്കെ രക്തമായി മാറുന്നു. ഇതിന്റെ ശരിക്കുള്ള അർത്ഥം എന്തായിരിക്കും? അപ്പോൾ ഈ പ്രവചനത്തിന്റെ രണ്ട് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ഏറ്റവും സാധാരണയായിട്ടുള്ള, അതായത് അക്ഷരാർത്ഥത്തിലുള്ള ഒരു വ്യാഖ്യാനം എന്താണെന്ന് നോക്കാം. ഇത് കേൾക്കുമ്പോൾ തന്നെ പലർക്കും തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ നേരിട്ടുള്ളൊരു കാര്യമാണ്. അതായത് അവസാന നാളുകളിൽ ദൈവം ഒരു ഭയാനകമായ മഹാമാരി അയക്കും. ഭൂമിയിലെ കുടിവെള്ളം മുഴുവൻ അക്ഷരാർത്ഥത്തിൽ രക്തമായി മാറും. ആളുകൾക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ ദാഹം കൊണ്ട് മരിക്കും. ഇതൊരു പാരിസ്ഥിതിക ദുരന്തമായിട്ടാണ് പലരും ഇതിനെ കാണുന്നത്. എന്നാൽ ഈ പ്രവചനത്തിന് ഇതിലും അപ്പുറം ഒരർത്ഥം കാണുമോ? നമുക്കിതൊന്ന് വേറൊരു രീതിയിൽ ചിന്തിച്ചു നോക്കിയാലോ? ഉറവിട പ്രഭാഷണം മുന്നോട്ട് വയ്ക്കുന്ന ഒരു രൂപകപരമായ, അതായത് ഒരു സിംബോളിക് വ്യാഖ്യാനത്തിലൂടെ നമുക്ക് ഈ വാക്യത്തെ ഒന്ന് സമീപിക്കാം. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാവുന്നത്. ഈയൊരു വ്യാഖ്യാനം പറയുന്നത് ഇത് വെള്ളത്തെക്കുറിച്ചേ അല്ല, മറിച്ച് മനുഷ്യരെക്കുറിച്ചാണ്. നദികൾ രക്തമായി മാറുന്നത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് ഒരു കൂട്ടം ആളുകൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ന്യായവിധിയുടെ പ്രതീകമാണ്. ഈ ഒരു രൂപകപരമായ വ്യാഖ്യാനത്തിന്റെ താക്കോലെന്ന് പറയുന്നത് ഈ വാക്യമാണ്. ഇവിടെ നമ്മുടെ ശ്രദ്ധ ഒരു പാരിസ്ഥിതിക ദുരന്തത്തിൽ നിന്ന് മനുഷ്യന്റെ പ്രവൃത്തികളിലേക്കും അതിന്റെ ഫലങ്ങളിലേക്കും മാറുകയാണ്. അവർ വിശുദ്ധരുടെ രക്തം ചൊരിഞ്ഞുവെന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു പ്രത്യേക വിഭാഗം ആളുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാവുന്നുണ്ട്, അല്ലേ? ഇനി ഈയൊരു വ്യാഖ്യാനം നമുക്ക് മുഴുവനായിട്ട് മനസ്സിലാവണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളുടെ അർത്ഥം നമ്മളൊന്ന് മാറ്റി ചിന്തിക്കേണ്ടി വരും. കൊലപാതകി, പിന്നെ നദികൾ. ഉറവിട പ്രഭാഷകൻ ബൈബിളിലെ മറ്റു ഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ഇവയ്ക്ക് നൽകുന്നൊരു പുതിയ അർത്ഥം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഈയൊരു ആത്മീയ പശ്ചാത്തലത്തിൽ രക്തം ചൊരിയുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരാളെ കൊല്ലുന്നത് മാത്രമല്ല, വെറുക്കുന്നതും പീഡിപ്പിക്കുന്നതും അതിന് തുല്യമാണ്. അതായത് ഒരു സഹവിശ്വാസിയെ വെറുക്കുന്നത് പോലും ഒരു കൊലപാതകമായിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. ഇത് ശരിക്കും ഒരു ബ്രില്യൻ്റ് കണക്ഷനാണ്. കാരണം പഴയ നിയമത്തിൽ പലയിടത്തും നദികളെന്ന് പറയുന്നത് ദൈവത്തിന്റെ പഠിപ്പിക്കലുകളുടെയും അവിടുത്തെ ദാസന്മാരിലൂടെ ഒഴുകുന്ന ജ്ഞാനത്തിന്റെയും ഒരു പ്രതീകമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ഇവിടെ നദികളെന്ന് പറയുന്നത് വെള്ളമല്ല, മറിച്ച് പഠിപ്പിക്കലുകളുടെ ഒരു ഒഴുക്കാണ്. ശരി, അപ്പോൾ നമുക്ക് ഇതുവരെ കിട്ടിയ കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടി വായിച്ചു നോക്കാം. കൊലപാതകങ്ങളെന്ന് പറഞ്ഞാൽ വെറുക്കുന്നവർ, നദികളെന്ന് പറഞ്ഞാൽ അധ്യാപകർ. അങ്ങനെയെങ്കിൽ ഈ പ്രവചനം ലക്ഷ്യം വെക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തെയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, കൊലപാതകികൾ എന്നു പറയുന്നത് യഥാർത്ഥ വിശ്വാസികളെ വെറുക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. രണ്ടാമതായി, നദികളും നീറുറവുകളും പഠിപ്പിക്കലിന്റെ ഉറവിടങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ്? ന്യായവിധി ലക്ഷ്യം വയ്ക്കുന്നത് ആരെയാണ്? യഥാർത്ഥ പ്രവാചകന്മാരെ ഉപദ്രവിക്കുകയും ദൈവത്തിന്റെ പഠിപ്പിക്കലുകളെ വിഷലിപ്തമാക്കുകയും ചെയ്യുന്ന കള്ളപ്രവാചകന്മാരെയാണ്. ഈ ഒരാശയം, അതായത് യഥാർത്ഥ പ്രവാചകന്മാരും കള്ളപ്രവാചകന്മാരും തമ്മിലുള്ളൊരു പോരാട്ടം, ഇത് ബൈബിളിൽ പുതിയൊരു കാര്യമല്ല. നമ്മൾ ബൈബിൾ നോക്കിയാൽ ഉടനീളം ഇത് കാണാൻ പറ്റും. മീഖായാവിനും ഇരേമ്യാവിനും ഏലിയാവിനുമൊക്കെ ഇതേപോലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. യേശു തന്നെ കള്ളപ്രവാചകന്മാർ വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഈയൊരു വ്യാഖ്യാനത്തെ ബലപ്പെടുത്തുന്ന വേറൊരു ഭാഗം കൂടിയുണ്ട് വെളിപാടിൽ തന്നെ. അവിടെ ഒരു നക്ഷത്രം വീഴുമ്പോൾ വെള്ളം കാഞ്ഞിരം പോലെ കൈപ്പേറിയതായി മാറുന്നു എന്ന് പറയുന്നുണ്ട്. തെറ്റായ പഠിപ്പിക്കലുകൾ എങ്ങനെയാണ് ആത്മീയ വെള്ളത്തെ, അതായത് ദൈവവചനത്തെ വിഷലിപ്തമാക്കുന്നതെന്നാണ് ഇത് പ്രതീകാത്മകമായി കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ ധാരണ വെച്ചുകൊണ്ട് നമുക്ക് ആ ആദ്യത്തെ വാക്യത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചുപോയി നോക്കാം. ഈ ഒരു കാഴ്ചപ്പാടിൽ നമ്മളതിനെ നോക്കുമ്പോൾ തുടക്കത്തിലുണ്ടായിരുന്ന ആശയക്കുഴപ്പം മാറുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ശിക്ഷ ചെയ്ത കുറ്റത്തിന് അത്രയ്ക്കും അനുയോജ്യമാണ്. ഇതൊരു യാദൃച്ഛികമായ ശിക്ഷയല്ല. കള്ളപ്രവാചകന്മാർ അവരുടെ വെറുപ്പിലൂടെയും പീഡനത്തിലൂടെയും ആത്മീയമായ രക്തം ചൊരിഞ്ഞു. അതുകൊണ്ട് അവർക്ക് ന്യായവിധിയായിട്ട് രക്തം തന്നെ കുടിക്കാൻ കൊടുക്കുന്നു. ഈയൊരു കാഴ്ചപ്പാടിൽ നമ്മൾ ആ ദൂതന്റെ വാക്കുകൾ വീണ്ടും കേൾക്കുമ്പോൾ അതിന് ഭയങ്കരമായൊരു അർത്ഥം കൈവരുന്നുണ്ടല്ലേ. ശിക്ഷ എന്തുകൊണ്ടാണ് ഇത്ര കൃത്യമായിരിക്കുന്നത് എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും. അതവരുടെ പ്രവൃത്തികളെ തന്നെ പ്രതിഫലിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു പ്രവചനത്തെ നമ്മൾ എങ്ങനെ വായിക്കുന്നു എന്നതിനനുസരിച്ച് അതിൻ്റെ അർത്ഥം തന്നെ കൊല്ലി മാറുകയാണ്. അക്ഷരാർത്ഥത്തിലുള്ള വ്യാഖ്യാനം ഒരു ഭൗതിക ദുരന്തത്തെക്കുറിച്ചാണ് മുന്നറിയിപ്പ് തരുന്നതെങ്കിൽ, രൂപകപരമായ വ്യാഖ്യാനം ആത്മീയ വഞ്ചനയുടെയും വെറുപ്പിന്റെയും അപകടങ്ങളെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.
അതുകൊണ്ട് ഒരു വാക്യം വായിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശത്തെ അതിൻ്റെ വ്യാഖ്യാനം തന്നെ മാറ്റിമറിക്കും. അക്ഷരങ്ങളെക്കാളുപരി അതിൻ്റെ ആത്മാവ് എന്താണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതാണ്.